കിരീടം സാധാരണ സിനിമ കണ്ടിട്ട് കാരണത്തിരുന്ന് തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയെ കുറിച്ചിട്ടൊരു റിവ്യൂ പറയണം. കാരണം കിരീടം എന്ന് പറയുന്ന സിനിമ 1989 ഇറങ്ങിയ സിനിമയാണ്. അന്നേരം എനിക്ക് ഏതാണ്ട് ഒരു 10-12 വയസ്സേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കണ്ട ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നീട് ടി വിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. കിരീടം എന്ന സിനിമയിൽ ഒരുപാട് ലെജൻഡുകളുണ്ട്. അത് സംവിധാനത്തിലാണെങ്കിലും തിരക്കഥാകൃത്തിലാണെങ്കിലും അതുപോലെ അഭിനയത്തിലാണെങ്കിലും ഒരുപാട് ലെജൻഡുകൾ ഒന്നിച്ചിട്ടുള്ള ഒരു ഗംഭീര ഇമോഷണൽ ആക്ഷൻ ഡ്രാമ സിനിമ. സത്യത്തിൽ ഇതൊന്നും കൂടെ കാണാൻ തിയേറ്ററിൽ സാധിച്ചത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം നമുക്ക് പഴയ ലാലേട്ടനെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഞാനൊരു മമ്മൂട്ടി കട്ട ആരാധകനാണെങ്കിൽ പോലും പഴയ സിനിമകൾ, ലാലേട്ടൻ്റെ പഴയ സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നി. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അച്ഛനും മകനും ഒത്തിട്ടുള്ള ആ വൈകാരിക നിമിഷങ്ങൾ, ആ ഇമോഷണൽ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെയാണ്. അത് ഇപ്പോഴും സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്, മസ്റ്റ് വാച്ചാണ്. ഇതൊരു ആക്ഷൻ സിനിമ അല്ല, പക്ഷേ ഇത്തരം കഥകളും അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങളും സിനിമകളൊന്നും ഈ കാലഘട്ടത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അന്ന് അത്രയും ടെക്നോളജികൾ ഇല്ലാത്ത സമയത്ത് പോലും ഗംഭീരമായ രീതിയിലാണ് ആ സിനിമകൾ ചെയ്തു വെച്ചത്. ഇനിയിപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജീവിച്ചു പോയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സേതുമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറും അച്ഛൻ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ തിലകൻ ചേട്ടൻ, ഹാൻഡ്സ് ഓഫ് തിലകൻ ചേട്ടൻ, അത് നമ്മുടെ കൂടെ ഇല്ല. അതുപോലെ നമ്മുടെ കവീർ പൊന്നമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ അസീന ഉഷ ലാലേട്ടൻ്റെ സഹോദരിയായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കൊച്ചിൻ അനീഫ, അതുപോലെ തന്നെ ജഗദീഷ്, മുരളി, ശങ്കരാടി. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് നമ്മുടെ കീരിക്കാടൻ ജോസ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വില്ലൻ റോൾ എന്ന് പറയുന്നത് ഈ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കിരീടത്തിൽ ആ ഒരു വേഷം തന്നെയാണ്. അത് മറികടക്കാനായിട്ടുള്ള ഒരു ക്യാരക്ടർ പിന്നീട് പുള്ളിക്ക് ലഭിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ ആ ഒരു വില്ലൻ ക്യാരക്ടർ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ഒന്നും തന്നെ പറയാനില്ല. കാരണം സൂപ്പർ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ. മലയാളത്തിൻ്റെ ലെജൻഡായിട്ടുള്ള ലോഹിതദാസും സിബി മലയിലും ഒന്നിച്ചപ്പോഴത്തേക്ക് അത് വേറൊരു അനുഭവമാണ് നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നത്. ലാലേട്ടൻ്റെ സേതുമാധവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം ഒരു പോലീസാകാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പോലീസാണ്, അച്ഛന് മകനെ പോലീസിലേക്ക് ആക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് നടക്കുന്നു. ഒരു അച്ഛനാൽ മകൻ മോശക്കാരനാകുന്ന രീതിയിലുള്ള ഒരു കഥയാണത്. പിന്നീട് ചെങ്കോലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ നെഗറ്റീവ് ഷെയ്ഡായി മാറുന്ന സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് വൈകാരിക നിമിഷങ്ങളുണ്ട്. അതായത് ഈ ഉഷയും അച്ഛനും കൂടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വന്തം ആങ്ങള കാണുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ. ഇനി നമുക്ക് 4K വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നൈസായിട്ട് തന്നെ ഈ സിനിമ ചെയ്തു. കാരണം 37 വർഷങ്ങൾക്ക് ശേഷമാണ് കിരീടം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പ്രിന്റ് വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാങ്കേതിക മികവിൽ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സംഗീതം നൽകിയത് നമ്മുടെ ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷിൻ്റെ ആ ഒരു സോങ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം കണ്ണീർ പൂവിൻ്റെ എന്നുള്ള ആ ഒരു പാട്ടൊക്കെ നമുക്കിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം നമ്മൾ വല്ലാത്തൊരു ഇമോഷണൽ ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത്രയും ലെജൻഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്. ഇപ്പോഴത്തെ പാട്ടുകളാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് നമ്മൾ പിന്നെ കേൾക്കത്ത് പോലും ഇല്ല. പക്ഷെ ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. കാരണം അതാണ് അവരെന്നുള്ളത്. അത് ഇവർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു മാജിക്, അവരുടെ ഒരു മാജിക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ തിയേറ്ററിൽ കാണാൻ സാധിച്ചു, വലിയ സന്തോഷം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു മോഹൻലാൽ ആരാധകനല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറയുമ്പോഴത്തേക്ക് പലരും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും, സത്യത്തിലുണ്ടല്ലോ നല്ല സിനിമകളെ നമുക്ക് ഒരിക്കലും മോശം സിനിമ എന്ന് പറയാൻ സാധിക്കത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ, സൗണ്ട് ക്വാളിറ്റിയിലും പിക്ചർ ക്വാളിറ്റിയിലും ഒക്കെ ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആരാധകർ തിയേറ്ററിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച്, നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം. കാരണം അതൊരു വേറൊരു ലെവലാണ്. നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമ കൂടിയാണ്. ഇപ്പം ലോഹിതദാസ് ആണെങ്കിലും അതുപോലെ തന്നെ മുരളി ചേട്ടനാണെങ്കിലും കവീർ പൊന്നമ്മ ചേച്ചി, ശങ്കരാടി, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർക്കാനും അവരെയൊക്കെ ഒന്നും കൂടെ സ്ക്രീനിൽ കാണാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. സിനിമയെക്കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല. അത് പറയുന്നത് നമ്മൾ കുറച്ച് കടന്നു കൈയായി പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി കാണുക. മാധവനും അച്ഛനും അമ്മയും സഹോദരിയും ജീവിച്ച്
തകർത്ത ഒരു തകർപ്പൻ സിനിമയാണ് കിരീടം. അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.